100 ആട് ഒരാൾക്കുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മിസ്സായി, ഒരെണ്ണം കാണാതെ പോയി. എന്നാൽ വേദപുസ്തകം വ്യക്തമാക്കുന്നു, 99നെയും മരുഭൂമിയിൽ നിർത്തിയിട്ട് നല്ലൊരു ഇടയനാണെങ്കിൽ ഈ കാണാതെ പോയ ഒന്നിനെ അന്വേഷിക്കും, കണ്ടെത്തും വരെ അന്വേഷിക്കും, കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ ചുമലിലെടുക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 99 ആടുകളും ഒന്നിച്ചൊരു ഫെലോഷിപ്പായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരാട് കൂട്ടം വിട്ട്, ഇടയനെ വിട്ട് എങ്ങനെയോ മിസ്സായിപ്പോയി, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയി, പോകരുതാത്തടുത്ത് പോയി, റൂട്ട് തെറ്റിപ്പോയി. പക്ഷേ റൂട്ട് തെറ്റിപ്പോയവൻ പോകട്ടെ, അവൻ പോയി നശിക്കട്ടെ, 99 ഉണ്ടല്ലോ എന്നല്ല ഇടയൻ ചിന്തിക്കുന്നത്. കാണാതെ പോയതിനെ കണ്ടെത്തുകയാണ്, അന്വേഷിക്കുകയാണ്, കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുകയാണ്, തിരിച്ചു പിടിക്കുകയാണ്. ഇത് ഇടയനാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതാണ്. ശരിക്കും ദൈവവചനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ നമ്മൾ, മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ, ഇന്ന് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്രിസ്തുവിൽ സമീപസ്ഥരായി മാറിയതിൻ്റെ കാരണം, സ്വർഗാദി സ്വർഗങ്ങളെ വിട്ട് താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു നിമിത്തമാണ് ആട്ടിൻകൂട്ടം തെറ്റിപ്പോയ നമ്മൾ ഇന്ന് ഈ ഇടയനോടൊപ്പം നിൽക്കുന്നതിന് കാരണമായത്. അല്ല, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ കൂട്ടം വിട്ട്, കൂട് വിട്ട്, ഇടയനെ വിട്ട്, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട്, വഴിതെറ്റി, റൂട്ട് തെറ്റിപ്പോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെയും യേശു അന്വേഷിക്കുന്നു, നിങ്ങളെയും കർത്താവ് തിരക്കുകയാണെന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തീർച്ചയായും ആ കർത്താവിൻ്റെ കരം നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. 99 ആടുകളും എൻ്റെ ഒരു ചിന്തയിൽ എല്ലാം തികഞ്ഞു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല, ഞാൻ ഇച്ചിരി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണെന്നൊക്കെ പറയുന്ന 99 ആടുകളും ഒന്നിച്ച് നിന്ന് ഒരു ഫെലോഷിപ്പായി നിൽക്കുമ്പോൾ തെറ്റിപ്പോയ, തകർന്നുപോയ, റൂട്ട് തെറ്റിപ്പോയ, ഇനി എന്നെ ആര് രക്ഷിക്കും എന്ന് ചിന്തിക്കുന്ന, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ആടില്ലേ, അതിനെ നിലത്തിങ്ങനെ കയറ് കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് വരികയല്ല, ഇടയൻ തോളിൽ എടുത്തുകൊണ്ട് വരികയാണ്. ഇനി നിന്നെ ചെന്നായ്ക്കൾക്ക് തൊടാൻ ഞാൻ കൊടുക്കില്ല, ഇനി നിന്നെ തകരാൻ ഞാൻ അനുവദിക്കില്ല, ഇനി നിന്നെ റൂട്ട് തെറ്റിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഇനി നിന്നെ ഒരു പരാജയമാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോളിലെടുത്തുകൊണ്ട് വരുന്നൊരു ഇടയനെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിൻ്റെ വഴിയിൽ പോയൊരു വ്യക്തിയായിരിക്കാം, പാപജീവിതത്തിൽ കിടക്കുന്ന ഒരാളായിരിക്കാം, എന്നാലും ഇടയൻ നിങ്ങളെ അന്വേഷിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു എന്ന് നമ്മോട് അരുളി ചെയ്ത ക്രിസ്തു ഇന്ന് നിങ്ങളെ അന്വേഷിക്കുകയാണ്.